അവയവ കച്ചവടത്തിൽ NIA അന്വേഷണം സ്വകാര്യ ആശുപത്രികളിലേക്ക്. സ്വീകർത്താക്കളുടെ ഡാറ്റ കൈമാറിയെന്നാണ് സംശയം. അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് NIA കുറ്റപത്രത്തിൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് കുറ്റപത്രത്തിൽ പുതിയ വിവരങ്ങളുള്ളത്? വീണ, മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം, NIAയുടെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് പ്രാഥമിക കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിലാണ് പ്രധാനപ്പെട്ട ചില സൂചനകൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികൾക്ക് ഇത്തരത്തിലുള്ള അവയവക്കടത്തിനായുള്ള മനുഷ്യക്കടത്തിൽ, അവയവ കച്ചവടം ലക്ഷ്യമാക്കിയുള്ള മനുഷ്യക്കടത്തിലുള്ള പങ്കാളിത്തത്തിലുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നതാണ്. കാരണം ഈ സ്വീകർത്താക്കളുടെ ഡാറ്റ എങ്ങനെ പുറത്തുപോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി ആദ്യം നടത്തിയത്. അതിലാണ് കേരളത്തിലുള്ള ചില സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഈ ഡാറ്റ പുറത്തു പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ കടക്കുന്നത് എന്നാണ് പ്രധാനമായും കുറ്റപത്രത്തിൽ അന്വേഷണ ഏജൻസി സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, രാജ്യാന്തര ബന്ധങ്ങളുള്ളതാണ് ഈ കേസ്. രാജ്യാന്തര ബന്ധങ്ങളുള്ള ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കണ്ണികൾ പലരും വിദേശത്താണുള്ളത്. മുഖ്യ കണ്ണിയായ മധു ഇവിടെ നടക്കുന്ന റാക്കറ്റിനെ എല്ലാം നിയന്ത്രിച്ചിരുന്ന, മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുള്ള റാക്കറ്റിനെ ആകെ നിയന്ത്രിച്ചിരുന്നത് മധുവാണ്. ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ തുടരുകയാണ്. ഒന്നാം പ്രതിയാണ് മധുവാണ്. ഇയാൾ ഇപ്പോഴും ഇറാനിൽ തന്നെ തുടരുകയാണ്. ഒന്നാം പ്രതിയാണ് കേസിൽ. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം അനുസരിച്ച് കേസിൽ 4 പ്രതികളാണുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നടന്നിട്ടുള്ള മനുഷ്യക്കടത്ത് കേസിൽ NIAയുടെ കുറ്റപത്രത്തിൽ 4 പേരാണ് പ്രതികളായുള്ളത്. അതിൽ മുഖ്യ പ്രതി മധുവാണ് ഒന്നാം പ്രതി. ഒപ്പം തന്നെ സജിത് ശ്യാം രണ്ടാം പ്രതി, ബല്ലം രാമപ്രസാദ് ഗോണ്ട അടക്കമുള്ള ആളുകളാണ് പ്രതിപട്ടികയിലുള്ള മറ്റ് ആളുകൾ. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ, ഈ അറസ്റ്റിലായ മറ്റ് 3 പേരെ ചോദ്യം ചെയ്തപ്പോൾ രാജ്യാന്തര ബന്ധങ്ങളുള്ള കണ്ണികൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നും പല വിദേശികൾക്കും ഇതിലുള്ള പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങളുമെല്ലാം അവർ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണത്തിലേക്ക് കടന്നത്. ആദ്യം കഴിഞ്ഞ മെയ് മാസം നടന്ന കേസിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നത് സംസ്ഥാന പോലീസായിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള പ്രതികളെ തിരികെ എത്തിക്കുന്നതിനും വിശദമായ അന്വേഷണം നടത്തുന്നതിനും അടക്കം പരിമിതികളുണ്ട്. അങ്ങനെയാണ് ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ കേസ് എത്തുന്നതും കേസ് ഏറ്റെടുത്തതിന് ശേഷം 30 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം പ്രധാനമായും പറയുന്നത് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ഈ കേസിൽ മറ്റു സ്ഥലങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ അടക്കം ഇതിന്റെ കണ്ണികൾ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടേക്ക് അന്വേഷണം എത്തണം. ബല്ലം രാമപ്രസാദ് ഗോണ്ട ഹൈദരാബാദിൽ നിന്നാണ് അറസ്റ്റിലായത്. തെലങ്കാന, ഹൈദരാബാദ് മേഖലകളിലെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് നിരവധി കണ്ണികളുണ്ട്. നിരവധി ആളുകൾ അതിന്റെ ഏജന്റുമാരായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയെല്ലാം 60 ലക്ഷം രൂപ വരെ ഏജന്റുമാർ വാങ്ങിക്കൊണ്ട് വെറും 6 ലക്ഷം രൂപ മാത്രം നൽകിയാണ് ഈ ആളുകളെയെല്ലാം ഇത്തരത്തിൽ ചതിയിൽ പെടുത്തിയിരിക്കുന്നത്, ഇരകളെ പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇറാനിൽ അവയവ കച്ചവടം നിയമാനുസൃതമാണ്, അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരില്ല എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് ഈ മനുഷ്യക്കടത്തുകളിൽ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത്. അതായത് പുറത്തു നിന്നുള്ള ആളുകളെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ കൂടി തെലങ്കാന അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കാശ്മീരിൽ നിന്ന് ഇതിന്റെ നിരവധി സ്വീകർത്താക്കൾ ഉള്ളത് കാശ്മീരിലാണ്. മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് ഇരകളുണ്ട്. ഇവരെയെല്ലാം തന്നെ ശരി ജിജീഷ്, ഏതായാലും കേസിൽ 4 പ്രതികളാണുള്ളത്. NIA കുറ്റപത്രം സമർപ്പിച്ചു.